എല്ലാവർക്കും മൈൻഡ് മാസ്റ്റേഴ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചാന്ദ്രദിന ക്വിസിൽ പങ്കെടുക്കുന്ന കുട്ടികൾക്കായി സഹായകരമായ ചോദ്യോത്തരങ്ങളാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. എന്നാൽ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഏറ്റവും ഒടുവിൽ ചന്ദ്രനിൽ ഇറങ്ങിയതാര്? യൂജിൻ സെർനാൻ. സൂര്യപ്രകാശം ഭൂമിയിൽ എത്താൻ എടുക്കുന്ന സമയം എത്ര? ഉത്തരം 500 സെക്കൻഡ് അഥവാ 8.2 മിനിറ്റ്. കടലിലെ മാറ്റങ്ങൾ പഠിക്കാൻ 2012 ഇന്ത്യ വിക്ഷേപിച്ച ഉപഗ്രഹം ഏത്? GSAT-10. ഏറ്റവും തണുത്ത അന്തരീക്ഷമുള്ള ഗ്രഹം ഏത്? ഉത്തരം യുറാനസ്. 224 ഡിഗ്രി സെൽഷ്യസ് അനുഭവപ്പെടുന്നു. വലിയ കറുത്ത പൊട്ട് കാണപ്പെടുന്ന ഗ്രഹം ഏത്? ഉത്തരം നെപ്റ്റ്യൂൺ. ചൊവ്വയിലെ ജീവന്റെ സാന്നിധ്യം തേടി 2011 നാസ വിക്ഷേപിച്ച പേടകമേത്? ഉത്തരം ക്യൂരിയോസിറ്റി. പ്രപഞ്ചം വികസിക്കുകയാണെന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞനാര്? ഉത്തരം എഡ്വിൻ ഹബിൾ. സൂര്യനിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്ന മൂലകമേത്? ഉത്തരം ഹൈഡ്രജൻ. വിജയകരമായും അപകടരഹിതമായും ചന്ദ്രന്റെ ഉപരിതലത്തിൽ ആദ്യം ഇറങ്ങിയ വാഹനം? ഉത്തരം ലൂണ 9. സൗരയൂഥം ഉൾക്കൊള്ളുന്ന ഗാലക്സി ഏത്? ഉത്തരം ആകാശഗംഗ അല്ലെങ്കിൽ ക്ഷീരപഥം. ഭൂമി ഒരു വട്ടം സൂര്യനെ ചുറ്റാനെടുക്കുന്ന സമയമെത്ര? ഉത്തരം 365 ദിവസം 6 മണിക്കൂർ 9 മിനിറ്റ്. കറുത്ത ചന്ദ്രൻ എന്നറിയപ്പെടുന്ന ഉപഗ്രഹം ഏത്? ഉത്തരം ചൊവ്വയുടെ ഫോബോസ്. ഭൂമിയുടെ ഭ്രമണം ഏത് ദിശയിലേക്കാണ്? ഉത്തരം പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ട്. മംഗൾയാൻ വിക്ഷേപിച്ച സമയത്ത് ISRO ചെയർമാൻ ആരായിരുന്നു? ഉത്തരം K. രാധാകൃഷ്ണൻ. നക്ഷത്രങ്ങൾ തമ്മിലുള്ള വലിയ ദൂരം അളക്കാൻ ഉപയോഗിക്കുന്ന യൂണിറ്റ് ഏത്? ഉത്തരം പ്രകാശവർഷം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ഇതുപോലെയുള്ള സഹായകരമായ ചോദ്യോത്തരങ്ങൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തുക. ലൈക്ക് ഷെയർ ചെയ്യണേ.